ഗൈസ്, നമ്മൾ ഇന്നൊരു മൂവിക്ക് പോവാട്ടോ. ഫാമിലിയിൽ ഞാനും അമ്മയും ഐഷും മാത്രമേ ഉള്ളൂ. പിന്നെ ഹരിയേട്ടനും ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് നോക്ക്, റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെന്താ അപാര മഴയാണ്. കാറുള്ളതുകൊണ്ട് പിന്നെ ഈ മഴയും കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതാ നേരെ ഹരിയേട്ടനെയും പിക്ക് ചെയ്ത് തിയേറ്ററിലോട്ട് പോവാണ്. നമ്മൾ കോർണേഷനിലാണ് മൂവി കാണാൻ പോകുന്നത്. കാലിക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു തിയേറ്റർ വന്നാട്ടോ. കാലിക്കറ്റിലെ നമ്മളെ കോർണേഷൻ. അപ്പൊ അവിടെയാണ് പോകുന്നത്. പോയ പാടെ നമ്മൾ നേരെ ടിക്കറ്റ് ഒക്കെ എടുത്തു. നമ്മൾ ഇന്ന് കാണുന്ന മൂവി നമ്മുടെ ശ്രീനാഥ് ബാസിന്റെ ആസാദി എന്ന് പറയുന്ന ഈ ഒരു മൂവിയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കയറിയത്. കാരണം ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണെന്നാണ് നമ്മൾ റിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹരിയേട്ടൻ ഒറ്റൊരാളെ നിർബന്ധം കൊണ്ടാണ് ഈ ഒരു മൂവിക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് പോപ്കോൺ നിർബന്ധ എന്ന് പറയുന്ന വരെ നമ്മളൊരു പോപ്കോൺ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ തിയേറ്ററിനകത്തോട്ട് കയറി. തിയേറ്ററിനകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ പോപ്കോൺ ഒക്കെ നമ്മൾ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വേറെ ഐറ്റംസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങാൻ പറ്റിയില്ലേ? മഴ ആയതുകൊണ്ട് എവിടെയും നിർത്താനും പറ്റിയില്ല ഗൈസ്, വാങ്ങാനും പറ്റില്ല. ഈ ഒരു പോപ്കോൺ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോപ്കോണിന്റെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഹരിയേട്ട ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്തോണ്ട് കേട്ടോ. പിന്നെ ശ്രീനാഥ് ബാസിന്റെ ഈ ഒരു മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് ക്ലൈമാക്സ് വന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല ഒരു എൻഡിങ്ങിൽ കൊണ്ടുപോയി. നമുക്ക് ഫിലിം കാണുമ്പോൾ എവിടെ എൻഡ് എത്തും എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മന്തി ഹൗസിൽ പോയിട്ട് നല്ല അടിപൊളി മന്തി കഴിച്ച്. ഹരിയേട്ടൻ്റെ മന്തി ഫേവറേറ്റ് സ്പോട്ടാണ് നമ്മളെ മന്തി ഹൗസ്. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ മന്തിയൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട്. സോ അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവരെ ബായ്.